ഞെട്ടിക്കൽ ബിരിയാണി എന്നെല്ലാം പറയുന്ന പോലെ ഒരു ഞെട്ടിക്കൽ ബർത്ത്ഡേ ആയിക്കോട്ടെ. ഇവിടെ നിന്ന് തുടങ്ങാം. ഞാനൊരു ഫോട്ടോ സ്വന്തം ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇട്ടോണ്ട് വരെയായിരുന്നു. അപ്പോഴാണ് ഞെട്ടിക്കൽ ബർത്ത്ഡേ. ദുഗ്ഗു പറഞ്ഞു, ദുഗ്ഗു അല്ലേ ഞെട്ടിക്കൽ ബർത്ത്ഡേ ആക്കാം നമുക്ക്. അതെ, അപ്പൊ ദുഗ്ഗുവിനൊന്ന് സ്കൂളിലാത്തോണ്ട് ദുഗ്ഗു അങ്ങനെയാണ് നിൽക്കുന്നത്. ഇന്ദുവിനെ സ്കൂളിലാക്കിയിട്ട് നിക്ക് വരുന്നതാണ്. അപ്പൊ ബർത്ത്ഡേ ആണ് എന്റെ മുത്തിന്റെ. എല്ലാവർക്കും അറിയാം രാവിലെ സ്റ്റാറ്റസും സ്റ്റോറിയും കോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ വീണ്ടും വന്നെത്തി. കണ്ടില്ലേ, ഒരു ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോകണം എന്നുള്ള ജ്വരവില്ല, രാവിലെ കുളിക്കണം എന്നുള്ള ജ്വരവില്ല, ഒന്നുമില്ല. ഞാൻ ഇപ്പൊ കുളിക്കും, പിന്നെ വീട്ടില് പണിയെടുക്കാം, കൊറേ എന്തെല്ലോ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ കുളിക്കാൻ എല്ലാ പ്രാവശ്യവും നമ്മള് ബർത്ത്ഡേ വ്ളോഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുമ്പോ കേക്ക് മേടിക്കാൻ പോകുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു, എല്ലാരും വിളിക്കുന്നു, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. എന്താ സർപ്രൈസ് വെച്ചേ? എന്നോട് ജയാന്റി വിളിച്ചിട്ട് വന്ന് സതീഷ് എന്തെങ്കിലും സർപ്രൈസ് കരുതാതിരിക്കൂലാണ്. അപ്പൊ എനിക്ക് ആഗ്രഹം ഇങ്ങനെ വന്നു. അപ്പൊ എന്തോ സർപ്രൈസ് കരുതിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ എന്റെ ബൈക്കിന്റെ പുറകിലാണോ കാറിന്റെ കൂടെയാണ് ഇവിടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് എനിക്ക് പുറത്തു പോകാൻ പറ്റൂല. പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തിനാന്ന് എന്നുള്ളത് കൃത്യമായി ചോദിക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്തും ഞാൻ പുറത്തു പോകും. ഇവരോട് ഞാൻ പറഞ്ഞു. പിന്നെ അങ്ങനെയുള്ള ഞാൻ പിന്നെ എന്ത് സർപ്രൈസ് വാങ്ങി വെക്കാനാ? ഒന്നും വാങ്ങിയിട്ടില്ല. ഇന്ന് ഞാൻ പറയാല്ല, എപ്പോഴും ഞാൻ പറഞ്ഞു, എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. ഇവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് വേണമെങ്കിൽ നമുക്കൊരു വ്യത്യസ്തമായിട്ട് ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാം. അതാണ് നിനക്കുള്ള സർപ്രൈസ് അല്ലേ ദുഗ്ഗു? ആ, എങ്ങനെയാന്ന് വെച്ചാല് ഫുൾ പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് വെച്ചാൽ പുറത്ത് വീടിന്റെ പുറത്തല്ല, അങ്ങനെയല്ല. നമ്മള് പുറത്തു പോകുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ എന്ന് വെച്ചാല് ഇപ്പൊ എന്തോ ആവട്ടെ, മഹാറാണിയില് കേറും, മറ്റേ ഞാൻ പറയാല്ല. ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ പറയാം. ഇപ്പൊ നിനക്ക് ഉദാഹരണത്തിന് നമ്മൾ പുറത്തു പോകുന്നു, തക്കാളി, പച്ചമുളക്, അങ്ങനെയുള്ള സാധനങ്ങള്, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ മീൻ അങ്ങനെയൊക്കെ വാങ്ങുക. അതെല്ലാം അവിടെ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവരിക, കുക്ക് ചെയ്യുക, കഴിക്കുക, ബർത്ത്ഡേ പൊളിക്കുക. നൈസായിരിക്കില്ലേ? എന്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുക, നമ്മള് അടിച്ചു പൊളിക്കുക. നല്ലതല്ലേ അത്? ഒരു വെറൈറ്റി ആയിരിക്കൂലേ അത്? ഇന്നത്തെ ദിവസം ഞാൻ എന്നെ പ്രസവിച്ചിട്ടില്ല. എന്റെ അമ്മ എന്നെ പ്രസവിച്ചിട്ടില്ല. ഞാനല്ല, ഞാൻ വേറെ എവിടെ ഉണ്ട്. അല്ല, നല്ലൊരു കാര്യം, ഒരു വെറൈറ്റി. അതായത് നമ്മള് ബർത്ത്ഡേ ആയിട്ട് നികിയെ നമ്മള് ജനിച്ചിട്ടേ ഇല്ല. ഞാൻ ഒന്ന് പറയട്ടെ, നികിയെന്ന് നമ്മള് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറ്റി വിടുന്നു. അവിടുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു നികി. എന്നിട്ട് നികി നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ആക്കി തരുന്നു. നമ്മള് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു, എല്ലാരും കഴിക്കുന്നു. നൈസായിരിക്കും. അപ്പൊ ഗൈസ്, എന്തായാലും ഒരു ബർത്ത്ഡേ വ്ളോഗാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള, ഞാൻ പറഞ്ഞതുപോലെ ഒരു സംഭവമാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങനെ കുത്തിയിരിക്കാണ്ട് വേഗം പോയിട്ട് റെഡി ആവും, നമുക്ക് പോണ്ടേ. പിന്നെ ഇന്നത്തെ ബർത്ത്ഡേയില് ഇത് നികിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ കൂടെ ഞാനേ ഉണ്ടാവാൻ പാടുള്ളൂ, മക്കളെയൊന്നും കൂട്ടുന്നില്ല. മക്കളെല്ലാം ഇവിടെ ഞങ്ങൾ രണ്ടാള് ബൈക്ക് എടുത്ത് പോകുന്നു, ഞങ്ങള് വരുന്നു. അതായിരിക്കും നല്ലത്. വേഗം പോയിട്ട് മാറ്റി ചെല്ലേ. ആ ചെല്ലടി, മാറ്റടി പോയിട്ട് ചായ പിടിച്ചായിട്ട് മാറ്റാം. ചെല്ലേ. അമ്മ ബർത്ത്ഡേ വിഷസ് പറഞ്ഞില്ലേ? അതെയാ? സൺഡേ രാവിലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പൊ ബർത്ത്ഡേ ദിവസമായിട്ട് നികി ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. പുട്ടാക്കി. അപ്പൊ കറിയൊന്നും ആക്കിയിട്ടില്ലേ? പപ്പടം ഓക്കെ. ഇത് ബർത്ത്ഡേ സ്പെഷ്യൽ പപ്പടം, ബർത്ത്ഡേ സ്പെഷ്യൽ എഗ്, ബർത്ത്ഡേ സ്പെഷ്യൽ പുട്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മൊത്തം സ്പെഷ്യൽ. അതെ. അപ്പൊ എന്തായാലും ചായ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇതാ ബർത്ത്ഡേക്കാരുടെ രാവിലത്തെ പ്രഭാത ഭക്ഷണം. രാവിലത്തെ പ്രഭാത ഭക്ഷണം പോലും, രാവിലത്തെ ഭക്ഷണം പുട്ടില്
പാൽ ചായ ഒഴിച്ചിട്ട് തിന്നുക. പുട്ട് പഞ്ചസാരയും ഇതൊന്നും കൂട്ടിയിട്ട് തിന്നിട്ട് ഇറങ്ങുന്നില്ല. അതുകൊണ്ട് പുട്ടില് പാൽ ചായ വെച്ചിട്ട് തിന്നുന്നു. പണ്ട് നമ്മള് കട്ടൻ ചായ ഒക്കെ വെച്ച് കഴിക്കലുണ്ട് അല്ലേ? ഇങ്ങനെ കഴിക്കുന്നവരുണ്ട് കമന്റ് കുറവായിരിക്കും, നോക്കാം നമുക്ക്. എന്തായാലും എണ്ണത്തിൽ കുറവായിരിക്കും. ഇവിടെ പപ്പടം ഉണ്ട് ഗൈസ്, പപ്പടം കൂട്ടി പുട്ട് കഴിക്കട്ടെ. ഓക്കെ, മോള് ചോക്കോസ് ആക്കി. അങ്ങനെ ഞാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എത്തിയാ നീക്ക് ഇത് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞല്ല നമ്മള് ബർത്ത്ഡേ ഒക്കെ എപ്പോഴും ഇവിടെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരുടെയും അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തവണ ഒരു വെറൈറ്റി ആവട്ടെ, ബർത്ത്ഡേക്കാരുടെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യാം. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സത്യം പറഞ്ഞ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഞാൻ എടുത്തോളം നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ, നമ്മുടെ ബർത്ത്ഡേ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ. അപ്പൊ നമുക്ക് എന്താണോ ഇഷ്ടം അതാണ് ശരിക്ക് നമ്മൾ ചെയ്യേണ്ടത്. എവിടെയെങ്കിലും പോകാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ആണോ, അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്നു, വരുന്നു, കുക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ പ്ലാനിങ്. അപ്പൊ ഇതില് ദുഗുവിനെ ഒന്നും കൂട്ടുന്നില്ല നമ്മള്, ഞാനും നിക്ക് മാത്രമാണ് പോകുന്നത്, ആരെയും കൂട്ടുന്നില്ല. അതുകൊണ്ട് എന്തൊരു സ്കൂളിൽ പോയിട്ടുള്ളേ, അപ്പൊ ആർക്കും ഒരു ഇത് വേണ്ട. എന്ത് ഒരു വിഷമം മുഖത്ത് നേലടിക്കുന്നുണ്ടല്ലോ. ആ സ്കൂളിലത്ത പറ്റിയതല്ലേ? ഒരു കാര്യം ചെയ്യാം, മാറ്റിയിട്ട് വന്നാ പിന്നെ എന്തൊരു വീഡിയോ കാണണ്ട പ്രശ്നം. ചെല്ലി മാറ്റിയിട്ട് വാ, ചെല്ലി ഓടിച്ചല്ലേ വേമ്പ, സമയമില്ല, വേമ്പ പോയിട്ടോ വേഗം ചെല്ലി. ആ നോക്കാ ചെല്ലി, വീഡിയോ കാണിക്കണ്ട, ചെല്ലി വേമ്പ പോയിട്ട്. കൊറേ പുള്ളിക്കാരി ഭയങ്കര വിഷമാവല്ലെങ്കിൽ നമ്മൾ പോയി കഴിയുമ്പോൾ ചിലപ്പോ ഇവിടെ സ്കൂളിൽ പോയാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഇവിടെ നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു വിഷമാ സാധ്യത ഉണ്ട്. അന്നോട്ട് ഏതായാലും വരട്ടെ, പോട്ട് പാവം. റെഡിയായാ? എന്റെ ദൈവമേ, അടിപൊളിയാണല്ലോ, നല്ല രസമായിട്ടുണ്ടല്ലോ കാണാനായിട്ട്. നിങ്ങൾ രണ്ടാൾ ടീഷർട്ടാ. ദുഗുനെ കൂട്ടണ എന്തിനാന്നറിയാൻ? ക്യാമറമാനാ നമ്മുടെ, ക്യാമറ എടുക്കാനാ കിട്ടുന്നത്. കാണിച്ചേ, ബാക്ക് കാണിച്ചേ, ഉണ്ടാ മുടിയെല്ലാം കെട്ടിയിട്ട് നല്ല ഭംഗിയില്ലേ? എന്തിനാ ഇങ്ങനെ, നല്ല രസമല്ലേ? എന്തിനാ മുറിച്ചളയുന്നു? അതെല്ലാം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയപ്പോ നല്ലില്ലേ കാണാൻ. നമ്മുടെ വീഡിയോ കാണുന്നവരോട് ചോദിച്ചു നോക്കിയേ മുറിക്കണോ വേണ്ടിയെന്ന് ചോദിച്ചു നോക്കിയേ. നോക്കൂ, ഇവര് പറഞ്ഞാ ചെയ്യാം നമുക്ക്. പറ, ചോദിക്കും, മോള് ചോദിക്ക്, പറ ദുഗുന്റെ മുടി മുറിക്കണോ വേണ്ടിയെന്ന്. ഇപ്പൊ നല്ല ഉണ്ട്. ബാ, നോക്കാം, നമുക്ക് പരിഗണിക്കാം. ബാ പോവാന്നാ പിന്നെ. ബാ, ആരുടെ ബർത്ത്ഡേയാ? എന്റെ ബർത്ത്ഡേ. അപ്പൊ എന്താ നിന്റെ ഇഷ്ടങ്ങള് പറയൂ. എനിക്കാ ഉള്ളി, തക്കാളി. സത്യം പറഞ്ഞ ഇപ്പൊ എവിടെയാ കൂട്ടിട്ട് പോകുന്നേന്ന് തന്നെ എനിക്കറിയില്ല, എന്തിനാ പോകുന്നേന്ന് തന്നെ എനിക്കറിയില്ല. എനിക്കും അറിയില്ല നിന്റെ ഇഷ്ടങ്ങളാ. നീ അന്ന് പറഞ്ഞിരുന്നല്ല എനിക്കിങ്ങനെ ഒരു ബർത്ത്ഡേ ഇങ്ങനെ നമ്മളെപ്പോഴും ഉള്ള പോലെ അല്ലാതെ ഡിഫറെന്റ് ആയിട്ട് നിനക്ക് എവിടെയെങ്കിലും ഇങ്ങനെ നമ്മ രണ്ടാളോടി പോണം. അന്ന് ഇങ്ങനെ വെറുതെ ഒന്നുമില്ലാതെ എന്റെ ഇഷ്ടങ്ങൾക്കായിരുന്നു കറങ്ങി കിടക്കണം. അപ്പൊ അതുപോലെ നിനക്ക് എവിടെ പോകണം? എനിക്കാ എനിക്ക് വെയിലത്തെ ഇപ്പൊ എവിടെ പോയാലും എനിക്ക് ഇങ്ങനെ ബീച്ചിലെല്ലാം ഇങ്ങനെ വെറുതെ കറങ്ങി നടന്ന ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ച് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ച് എന്തെങ്കിലും ചെറിയ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നല്ല, ചെറിയ ചെറിയ എന്തെങ്കിലും ഇതുപോലത്തെ കയ്യിലിടുന്നത്, കാലിലിടുന്ന കമ്മല്, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ വെറുതെ ഒരു ദിവസം ജീവിതത്തില് വർഷത്തിലൊരിക്കലും ഉണ്ടാകുന്ന ഒരു ദിവസം വെറുതെ ഓർത്തു വെക്കാൻ ഒരു ദിവസം, അല്ലാണ്ട് വെറുതെ കേക്ക് മുറിച്ച് എനിക്കത് വലിയ താല്പര്യമില്ല. അതാ ഞാൻ കഴിഞ്ഞ വർഷമേ പറഞ്ഞു എനിക്ക് കേക്ക് മുറിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യം. പിന്നെ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ സർപ്രൈസ് എല്ലാം തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ബർത്ത്ഡേക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ അറിയാണ്ട് ഫോണ് തന്നതും വാച്ച് തന്ന്. പക്ഷെ കേക്കെല്ലാം
അല്ല കേക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. ബർത്ത്ഡേക്ക് എനിക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിനോട്, മക്കള് തന്നെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ അവിടെ അടുത്ത് വെറുതെ നിൽക്കല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനെ കേക്ക് കട്ടിങ്ങിനോട് അത് ഓരോരുത്തരും എനിക്കറിയില്ല ഇപ്പൊ ഇവിടെ പോണം. നമുക്ക് പയ്യാമ്പലം ബീച്ചിൽ പോവാം. അയ്യോ വേണ്ട പൊള്ളും ചൂടും കൊണ്ട് ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി വെറുതെ ഇരിക്കാം. എന്നിട്ട് അവിടെ തെക്കേ മുൻപത്ത് പോകാം. നികിയോട് വണ്ടിന്ന് കൊറേ നേരം ചോദിച്ചു നിനക്ക് എവിടെയാ പോണ്ടേ, നീ പറ, നമുക്ക് പോവാം. എന്നാലും അപ്പൊ ഇങ്ങോട്ടേക്ക് വണ്ടി വിടുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടാ. അല്ല, ഇവള് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ, കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്നെയാന്ന് തോന്നുന്നു, കുറച്ചു നേരം നമുക്ക് അവിടെ പോയി ഇരിക്കാം, നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മള് കല്യാണത്തിന് മുമ്പേ നികിയുടെ ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ ഇരുന്നിട്ടുണ്ട്. അതെ, അപ്പൊ ആ ഓർമ്മ ഒന്ന് അയവിറക്കാൻ നികിക്ക് ഒരു ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്, ഭാഗ്യത്തിന് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ കൊണ്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് നമ്മൾ പണ്ടത്തെ പോലെ വൈകുന്നേരം വരെ വർത്താനം പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് തിരിച്ചു കുറച്ച് കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാം. പണ്ട് നമ്മ രണ്ടാളെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പതേ ഈ ആദ്യം ഉണ്ടായ ആളുണ്ട്, രണ്ടാമതുണ്ടായ ആള് സ്കൂളിലാണ്. അതിന് നല്ലതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒന്നുമില്ല, വെറുതെ അപ്പൊ കുറച്ചേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എവിടത്തേക്ക്? ഇനി എവിടത്തേക്കും പോണെന്നില്ല, ഇവിടെ ഇരുന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് ബർത്ത്ഡേ വ്ളോഗ് അല്ലേ? ബോറടിക്കുന്നുണ്ടോ നിങ്ങക്ക് ഇത് കണ്ടിട്ട്? വ്ളോഗ് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടാവും. അപ്പൊ എന്തായാലും കുറച്ചേരം ഇരിക്കട്ടെ, ബോറടിപ്പിക്കാത്ത രീതിയിൽ അങ്ങനെ പോവാം നമുക്ക്. അതെ, ക്യാമറ എന്തായാലും ഓഫ് ആക്കിക്കോ, കുറച്ചേരം ഇരിക്കട്ടെ. നമ്മുടെ ക്യാമറാമാൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? എന്താണ് സന്തോഷം ഉണ്ടെന്ന്? ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ വന്നപ്പോ തന്നെ മൈൻഡ് എല്ലാം ഇല്ലേ നല്ലൊരു റിലാക്സ് ആയി, നല്ലൊരു സന്തോഷം മനസ്സില്. ഇതിൽ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രേ ഉള്ളു. എവിടെയെങ്കിലും ഒന്ന് പോവാ, പുറത്ത് കുറച്ചു നേരം ഇരിക്കുക, കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതെല്ലാം തന്നെ നല്ല ഓർമ്മകള്. ജീവിതത്തിൽ എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റിയ ഓരോ നിമിഷങ്ങളല്ലേ? ബാ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടന്നാലോ. ഇനി കുറച്ചേരം ഇവിടെ നമ്മൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഇനി നമുക്ക് വേറെ അടുത്തൊരു സ്ഥലത്തേക്ക് പോവാ. ബാ, വെറുതെ ഇങ്ങനെ പോയല്ലേ നമ്മള്. ബാ, വാടി, നീ വാ, നീ വാ. എന്തായാലും ഇവിടെ നമ്മൾ ആസ്വദിച്ചില്ലേ? ബാ, ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടാ. ഞാൻ ഇത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ, അതെനിക്ക് കിട്ടി. അങ്ങനെ വെച്ച് പുറത്ത് പോകുന്നില്ല എന്നല്ല കേട്ടാ, പുറത്തെല്ലാം പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയെല്ലാം വന്നിരിക്കുമ്പം നല്ലൊരു സന്തോഷം. പിന്നെ നമ്മുടെ പഴയ ഓർമ്മകള് ഒക്കെ ഉള്ള സ്ഥലങ്ങളാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാനുണ്ടാവും. പഴയ ഓർമ്മകള് ഉണ്ടായ സ്ഥലങ്ങളിലേക്ക്, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് സന്തോഷമായിരിക്കും. നമ്മള് പണ്ടത്തെ ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലങ്ങളിലേക്ക് വീണ്ടും ഒരു തിരിഞ്ഞു നോട്ടം നടത്തുമ്പോ മനസ്സിനും. അപ്പൊ എന്തായാലും നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ട് കാണാം. അവിടുത്തത് ഏതാണ്? ഞങ്ങള് അങ്ങനെ അവിടെ നിന്ന് നേരെ വന്നത് ഹോട്ടലിലേക്ക്. ഭക്ഷണം കഴിക്കേണ്ട സമയമായി. അപ്പൊ വിചാരിച്ചെന്നാ പിന്നെ ഫുഡ് കഴിക്കണം. എന്തായാലും നികിയുടെ ബർത്ത്ഡേ അല്ലേ, അപ്പൊ ഇത് നികിയാ നമുക്ക് വാങ്ങിത്തരാം. അതിനുള്ള വിഷയല്ല, ഫുഡ് വാങ്ങിത്തരണ്ട, ഒരു നേരത്തെ ഫുഡ് വാങ്ങിത്തരണ്ട വിഷയല്ല എന്റെ കയ്യിലുണ്ട്. ഞാൻ വാങ്ങിത്തരാം, ഇന്നത്തെ ചെലവ് എന്റെ വക. എന്തായാലും നമ്മള് ഇത്രയും കാലമായിട്ട് ബർത്ത്ഡേ, നികിയുടെ ബർത്ത്ഡേ ഇങ്ങനെ നമ്മള് പോയിട്ടില്ല. അതായത് ബർത്ത്ഡേ എപ്പോഴും മക്കളതായാലും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് കഴിക്കുന്നു, അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പൊ ഇത്തവണ ഒരു ചേഞ്ച് ആവട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആയാലും? അപ്പൊ നമുക്ക് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും. നോക്കാം. അത് മതിയോ? അപ്പൊ ഞാൻ കോട്ടക്കൽ തന്നെ ഓപ്പനോട് പറഞ്ഞ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാന്ന്. നോക്കാന്ന് പോവാന്ന്.
അല്ലേ? എന്റെ വീട്ടില് ചോറുണ്ട്. അമ്മ ചോറും നല്ല പരിപ്പ് കറിയും വെച്ചിട്ടുണ്ട്. അത് കഴിക്കാനായിരുന്നു നല്ല താല്പര്യം ഉണ്ടായത്. നമ്മുടെ ക്യാമറമാൻ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖം. അതെ, ക്യാമറമാനായിട്ട് ഫുൾ ടൈം അങ്ങ് എടുത്താലോ. നമ്മള് ക്യാമറമാനായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നു 2 മാസത്തേക്ക്. ക്യാമറമാൻ ഒന്ന് കാണിക്കട്ടെ. ക്യാമറ ആൻഡ് ഓൾറൗണ്ടർ. ക്യാമറ ഗേളാ, വുമണായിട്ടില്ല, ഗേൾ. ക്യാമറ ഗേൾ. അതെ, ചെലവുണ്ട്. ഇന്ദ്ര കാണുമ്പോഴാണ് പ്രശ്നമാവാൻ പോകുന്നത് അല്ലേ? എല്ലാം വന്നിട്ട് പറയണ്ടെന്ന് പറഞ്ഞാലും ഇന്ദ്ര വീടിന്റെ മുറ്റത്തേക്ക് കേറുന്നതിന് മുമ്പേ ദുഃഖ പറയും. ഇന്ദ്രയോട് പറയണ നിക്കുന്നല്ലേ. അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങള് പുറത്തു പോയടാ. ഫുഡെല്ലാം കഴിച്ചിട്ടാ പറയണ്ട മോളെ കേട്ടാ. ഡ്രാഗൺ ചിക്കൻ. അതെ, ചിക്കൻ വന്നിട്ടുണ്ട്, കഴിക്കട്ടെ. നമ്മള് ചെറിയൊരു ഡ്രാഗൺ ചിക്കൻ ഓർഡർ ചെയ്തൊരു സ്പെഷ്യലൊക്കെ വേണ്ടേ നമുക്ക് അല്ലെ? ചുടുവില അമ്മേന്റെ ബർത്ത്ഡേ ആയിട്ട് തെക്കുന്നൊരു കോൾ അടിച്ചു അല്ലേ? നല്ലതാണോ? എന്നാ പിന്നെ ഞാനും കഴിക്കട്ടെ. നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവം മന്തി അല്ലേ? എനിക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ എനിക്ക് പറഞ്ഞു എനിക്ക് മന്തി മതിയെന്ന്, കൂടെ ഒരു ഡ്രാഗൺ ചിക്കനും. അപ്പൊ ഇതാണ് എന്തായാലും ഫുഡ്. ചുളുവില് ഗോളടിച്ച ആള് തേരിക്കുന്നു അല്ലേ? എനിക്ക് വീഡിയോ എടുത്തോന്നല്ലേ? എന്നാ പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. മന്തിയൊക്കെ അതെ, നന്നായി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചിറങ്ങി അല്ലേ? ഇനി നീക്ക് എന്താ വേണ്ടേ? ഇനിയൊന്നും വേണ്ട, വീട്ടിലേക്ക് പോവാം. മോനും വരാനായില്ലേ? അല്ല, നീയല്ലേ പറഞ്ഞേ എന്തോ ഒരു ചെരുപ്പ് മേടിക്കണം. ചെരുപ്പ് വാങ്ങിക്കണം, അത് പിന്നെ വാങ്ങിക്കാം, കുഴപ്പമില്ല. വീട്ടിലേക്ക് പോവാം. വാങ്ങാൻ അതെയാ, അല്ലേ? ബാ, ഒരു ചെരുപ്പ് വാങ്ങാൻ പോകും. എനിക്ക് ചെരുപ്പ് മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയിട്ടുണ്ട്. ദുഗുനാണോ ചെരുപ്പ്? ഇതാ, നീ ഒരു കാര്യം ചെയ്യ്. എനിക്ക് നീ ചെരുപ്പില്ലേ നോക്കിയെടുക്ക്. പിന്നെ ഞാനേ ആ ശരത്തിന് ആ കീ ഒന്നും കൊണ്ട് കൊടുത്തിട്ട് വരാം. രാവിലെ ആ കീ വാങ്ങിയത് വണ്ടിക്കകത്തിരിക്കണം, അതുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ വേഗം വരാം കേട്ടാ. നീ ചെരുപ്പ് നോക്കിയെടുക്ക കേട്ടാ. നോക്കിയിട്ട് എടുക്ക് കേട്ടാ. ദുഗു അച്ഛ പോയിട്ട് വരേ. ദുഗു അച്ഛ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ബർത്ത്ഡേന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ കയറി കേട്ടാ. എനിക്കിടെ ബർത്ത്ഡേ വൻപിച്ച രീതിയിൽ കൊണ്ടാടിയിരിക്കുകയാണ്. പുതിയൊരാളൂടെ ഉണ്ട്. ഞങ്ങള് പോയപ്പോ 3 ആള് വരുമ്പോ 4 ആളായി. സ്കൂളില് പരിപാടിയായിരുന്നല്ലേ? ഇന്ദ്രുവിനെ ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ നിന്ന് കൂട്ടി. സ്കൂളില് മൈമൊക്കെ ആയിരുന്നു ഇന്ദ്രുവിന്. നമ്മളിങ്ങോട്ട് എത്തി. മൈമുണ്ട്, മറ്റേ സോൾജിയർ ഉണ്ട്, മൈ ഫാദർ ഉണ്ട്. അതെ, അടിപൊളി. അപ്പൊ മൈ ഫാദർ ഒന്ന് വേഗം പറഞ്ഞു തന്ന്. My name is Indrajit. I am in class 1. My father's name is Sajesh. He is kind and hardworking. മതി, അടിപൊളി. He teaches me. അത് കേൾക്കാനായിരുന്നല്ലേ? കേട്ട് അടിപൊളി. He goes to work and helps our family. He plays with me and teaches me good things. I love my father very much. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മള് നീ ചെരുപ്പ് വാങ്ങിയിട്ട് എന്തായി? ചെരുപ്പ് വാങ്ങിച്ചു. ചെരുപ്പ് വലിയ സെറ്റ് ആയിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എന്തെങ്കിലും ആവട്ടെ, ഒരു ബർത്ത്ഡേ ദിവസം ഒരു പുതിയ സാധനം നല്ലതല്ലേ? ചെരുപ്പ് വാങ്ങിക്കാൻ എനിക്ക് ഒപ്പം സെലക്ട് ചെയ്ത് തരാണ്ടില്ലേ? ഞാൻ ചെരുപ്പ് നിനക്ക് ഇഷ്ടമുള്ള എടുത്തോട്ടെന്ന് വെച്ചല്ലേ? പിന്നെ കൊടുക്കാൻ വേണ്ടിട്ട് പോയതല്ലേ? അപ്പൊ എന്തായാലും നമ്മള് വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പോ സൺഡേ ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്, അപ്പൊ അവരും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങളങ്ങനെ വീട്ടിലെത്തി അല്ലേ? ഇന്നൊരു ദിവസം കംപ്ലീറ്റ് നികിയുടെ ബർത്ത്ഡേ. ഞാൻ വന്നവിടെ നികി മാറ്റിയേക്കിട്ട് ഞാൻ മാറ്റിയിട്ടൊന്നുമില്ല. ഡ്രസ്സ് മാറൂല, ഒപ്പൊക്കെ പോയി വന്ന ഡ്രസ്സ് ഇട്ടിട്ട് ഇന്നും നാളെയും മറ്റന്നാളും അങ്ങനെയല്ല, കിടക്കുന്ന സമയം വരെ കിടക്കാൻ നേരത്തെ മാറ്റലുണ്ടാവുള്ളൂ. അപ്പോഴേ ചിലപ്പോ മാറ്റുള്ളൂ. ചിലപ്പോ അതിന് ഞാൻ മെല്ലിടണം, വളരെ പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എവിടെയെങ്കിലും പോയി വന്നാ എനിക്ക് ഓൺ ദ സ്പോട്ടില് ഡ്രസ്സ് മാറണം, ഇല്ലെങ്കിൽ എന്തെല്ലാം ആവും. നികി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നമ്മുടെ വിയോറ വൈബ്സ് എന്ന് പറഞ്ഞ നമ്മുടെ പേജ് ഉണ്ടല്ലോ, അഞ്ജുവിന്റെ ഡ്രസ്സാണ്. എന്നാണ് നൈറ്റ് വെയർ അല്ല, ഹോം വെയർ അല്ലേ? ശരിക്കും ഒരു എന്താ പറയാ, ഒരു എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിക്സിംഗ് എന്ന് പറയാം. മാക്സി ആണോ? മാക്സി
യൂസ് ചെയ്യാം, ഷോർട്ട് മാക്സി ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചുരിദാറായിട്ട് യൂസ് ചെയ്യാം. എല്ലായിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോഴും ഇടാം, ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാം കൂടി പറ്റിയല്ലേ. എല്ലാം ആയിട്ടുള്ള അപ്പൊ എന്തായാലും നമ്പർ ഇവിടെ കൊടുത്തേക്കാട്ടോ. നിങ്ങക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സുകളെല്ലാം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാല് അതെ കോണ്ടാക്ട് ചെയ്താൽ മതി. കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കാം, വാങ്ങാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോ എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇത് ഈ റോഡ് കണ്ടറിയാലോ, അതെ എല്ലാവരും പറയും. എല്ലാവരും നിഖിന്റെ വീട്ടിലോട്ട്. അതെ അതെ, നിങ്ങൾ വിട്ടോ, നിങ്ങൾ പോയിക്കൊണ്ടാലേ വിട്ടോ. അപ്പൊ നമ്മളവിടെ പോയിട്ട് ഒരു പായസം കുടിച്ചിട്ട് വരാം. അതെ, അമ്മ പായസാക്കി വെച്ചിട്ടുണ്ട് അത് കുടിച്ചിട്ട് ബർത്ത്ഡേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതെ പായസം വെച്ച് കാത്തിരിക്കുന്നു. അതെ, വിന്തമ്മാൾ കണ്ടില്ലേ, കണ്ട ബർത്ത്ഡേ ആയിട്ട് മറന്നുപോയി എന്ന് പറഞ്ഞത്. എന്നിട്ട് നിഖി അങ്ങോട്ട് വിളിച്ചിട്ടാണ് ചോദിച്ചത്. നാളെയാണ് നാളെ പായസം വെക്കാല്ലേ അമ്മ. ഇതിപ്പോ ഞാനെങ്ങനെയാണ് മറന്നെങ്കിലാ, ഞാനാണ് മറന്നെങ്കിലാ. ഇന്നിപ്പ അത് കരയോ കെട്ടിച്ചുവിട്ടാ പിന്നെ അവരാവുന്ന ആലോചിക്കണ്ട, അമ്മമാരല്ല. ഓ കെട്ടിച്ചുവിട്ടാ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലേ. പക്ഷെ അച്ഛൻ രാവിലെ തന്നെ ഓർത്തു പറഞ്ഞു കേട്ടാ. അമ്മ മോള് വിളിച്ചേരത്ര അമ്മക്ക് ഓർമ്മ വന്നത്. നന്നായി. നാളെയല്ലേ ബർത്ത്ഡേ, നാളെ പായസം വെക്കാട്ടാ. അത് പായസം വെച്ചല്ലേ, പായസം വെച്ച അടിപൊളി പായസം. എടുത്തിട്ടോ നോക്കട്ടെ. എടുത്തിട്ട് അമ്മേ സന്ധ്യ വരട്ടെ, അവള് വരുന്ന പറഞ്ഞിന്. വരുവാന്നറിയില്ല. ഇവിടെ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് കുടിക്കാം. അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാല്ലേ. വിപിനിന്റെ സ്കൂളിലെ മീറ്റിംഗ് അല്ലേ, അതിനോണ്ട് പോയതാ. എന്താ ഇവിടെ ഇരിക്കും. എന്നാ നമുക്ക് പായസം കുടിക്കാം. ബർത്ത്ഡേ ആയിട്ട് മധുരം കുടിക്കുന്നത് ഇപ്പഴാ. അതെ, പായസവുമായി വിന്തമ്മ വരുന്നുണ്ട്. ഇതാ അപ്പൊ അങ്ങനെ നമ്മുടെ ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നില്ല, പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കാം. അതെന്തേ, അടിപൊളിയായിട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു നിഖി മോൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എങ്ങനെയുണ്ട് പായസം? സൺഡേ വരുന്നുണ്ട്, ബർത്ത്ഡേ ആയിട്ട് വരുന്നതല്ല, അവരങ്ങനെ വെറുതെ വന്നതാണ്. അപ്പൊ പായസമൊക്കെ ആക്കി കുടിച്ചേക്കാം. ഏതാ വിന്തമ്മ? ഇതിനകത്ത് രണ്ടിപ്പരിപ്പ് കാണുന്നുണ്ട്, ഇത് ഞാൻ എടുക്കാം. എവിടെ മക്കളെ ഞാൻ കുടിക്കുന്നില്ലേ, ഞാൻ കുടിച്ചോട്ടെ കൈസ്. എങ്ങനെ ഉണ്ടെന്ന് പറയിപ്പോ. എനിക്ക് ഏലക്കായിട്ട് നല്ല പായസം, നല്ല കണക്കാ. അങ്ങനെ നിഖിയുടെ ബർത്ത്ഡേ നമ്മൾ പായസം കുടിച്ച് ആഘോഷിക്കുകയാണ്. ഇനി സൺഡേ കൂടി വരട്ടെ. എന്തൊരു എങ്ങനെയുണ്ട് പായസം, ഇഷ്ടപ്പെട്ടാ? അമ്മാമാക്കിയ പായസം സൂപ്പർ അല്ലേ? എല്ലാരും പായസം കൂടിയാണ് ഇവിടെ, പായസം കൂടി. ദുഃഖ മുടി മുറിക്കാൻ വേണ്ടി നിക്കണം എന്തമ്മേ. കണ്ട അമ്മമ്മ പറഞ്ഞു മുറിക്കണ്ട, ഇനിയിപ്പൊ രക്ഷയില്ല ദുഃഖം. ഇനി മുറിക്കണ്ട, അച്ചാമ്മയും വിടൂല മുറിക്കാനായിട്ട്, അമ്മമ്മയും വിടൂല മുറിക്കാനായിട്ട്. ചെറുങ്ങാനൊന്ന് ഇതാക്കിയാ മതി. മുറിക്കൊന്നും വേണ്ട, എന്റെ മുള മുടി ഇനിയും 10ാം ക്ലാസ്സിലെത്തുമ്പോ ഇങ്ങനെ ആയി വരേണ്ടതാണ്. എന്നാ പിന്നെ പോവാ നമുക്ക്. വിന്തമ്മ പോട്ടെ, നമ്മള് അടുത്ത ബർത്ത്ഡേ അമ്മ ഓർത്ത് പോട്ടെ. എന്നാല് നേരെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ സന്ധ്യയും സബേലിനൊക്കെ വന്നിട്ടുണ്ടല്ലോ. എന്തു പറയണേ നന്ദൂടെ വന്നാടി? പായസം, അതല്ലേ പായസം, നല്ല അടിപൊളി പായസം. ഒതുക്കണ എന്തിനാ പായസം? പായസം കുടിച്ചാ പോരെ, ഒതുക്കണ എന്തിനാ പായസം? പായസം കുടിച്ചാ പോരെ. ഒതുക്കണ എന്തിനാ? അങ്ങോട്ട് ഒരു ഗ്ലാസ്സിൽ വെച്ചാണ് കൊടുക്ക്. അതെ, വായിലാണ് ഒതുക്കുക. ഇത് ബർത്ത്ഡേ കൂടി, ഇതാ ബർത്ത്ഡേ കോടി. എന്ത് കോടിയെങ്കിലും ആവട്ടെ. കുടിച്ചു നോക്കിയ പായസം എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. സേമിയോ പായസം അതിനോട് പായസത്തിന് പിന്നെ ഏലക്കായ അല്ലാണ്ട് പിന്നെ ഡയമണ്ട് നെക്ലസ് ഇട്ട് തരാൻ പറ്റുമോ? അത് മൊത്തം അളിയനെ ഇട്ട് കളിയാ, മൊത്തം ഏലക്കായ കടിച്ചിട്ട് തുപ്പിയാളിയാ. ആ സുഗന്ധ വ്യഞ്ജനങ്ങളൊന്നും പറ്റാത്ത മനുഷ്യൻ.
ആ സൗണ്ട് വർക്ക് ഏതാ എങ്ങനെയുണ്ട്? നല്ലതാണോ പായസം? എങ്ങനെയുണ്ട്? അടിപൊളി പായസം. അടിപൊളി പായസം. അതെ, അപ്പൊ പായസത്തിന്റെ ഫുൾ ക്രെഡിറ്റ് വിന്തമ്മ കൊണ്ടുപോയിട്ടുണ്ട്. എന്തുട്ടാ പായസം കുടിച്ചോ? അമ്മേന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ ചെക്ക ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. നിങ്ങൾ ആരെല്ലാം പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ? അളിയെല്ലാം പായസം മുണുങ്ങുന്നല്ല ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ അല്ലേ? അതെ. അപ്പൊ എന്റെ ബർത്ത്ഡേ ഇത്രയും അടിപൊളിയാക്കി തന്ന ഓപ്പക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചിലർക്ക് കണ്ട ഇതുപോലുള്ള ഭാര്യമാരെ അതെ, ഇതുപോലുള്ള ഭാര്യനെ ഇവിടെ കിട്ടും. ആ കടപ്പുറത്ത് കൊണ്ടുപോയി ഇരുത്തിയോ ലേശം കാറ്റ് കൊള്ളിച്ച് കേക്കും വേണ്ട, ഒന്നും വേണ്ട, ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട. അതെ, അപ്പൊ ടാറ്റ പറഞ്ഞേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാ ഇവിടെ സന്ദേശി ഉണ്ട്. ബർത്ത്ഡേക്ക് കേക്ക് കിട്ടുന്ന വിചാരിച്ച് കൊതിച്ച് വന്നതായിരുന്നു. അതെ, പായസം കിട്ടിയ ടാറ്റ.